ചീഫ് സെക്രട്ടറി വിളിച്ച ഹിയറിംഗിന് എൻ പ്രശാന്ത് IAS ഹാജരായി. IAS തലപ്പത്തെ ചേരിപ്പോരിൽ വിശദീകരണം നൽകാനാണ് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിനെ ഹിയറിംഗിനെ വിളിപ്പിച്ചത്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു, ആവശ്യമൊക്കെ തള്ളി, അതിനുശേഷം വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ ചർച്ച അതെങ്ങനെ പോകുന്നു? ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുക? അങ്ങനെയുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? ചർച്ച പൂർത്തിയായിട്ടില്ലല്ലോ അല്ലേ അജീഷ്? ചർച്ചയല്ല, ഹിയറിംഗ് എന്നാണ് അതിന് പറയേണ്ടത് അല്ലേ? ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ എത്തിയത് ഹിയറിംഗ് എന്നാണ് അതിന് കറക്റ്റ് വാക്ക്. ആ ഹിയറിംഗ് ഇപ്പോഴും നടക്കുകയാണ്. 4:30-ക്കാണ് എൻ പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ്, റെക്കോർഡിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആദ്യം ഈ ചീഫ് സെക്രട്ടറിയുടെ ഈ ആവശ്യത്തിന് കത്തയച്ചത്. പക്ഷേ അതെല്ലാം നിരാകരിക്കുകയായിരുന്നു. പിന്നീടും ഹിയറിംഗിനെ സംബന്ധിച്ച് എൻ പ്രശാന്ത് IAS 4:30-ക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഈ ഹിയറിംഗും ലൈവ് റെക്കോർഡിങ്ങും ഈ സ്ട്രീമിങ്ങിനൊക്കെ എതിരായിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതായത് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മുകളിലാണോ എന്ന് പരിഹസിക്കുന്ന ഒരു പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് എൻ പ്രശാന്ത് IAS ഇപ്പോൾ ഹിയറിംഗിന് ഹാജരായിട്ടുള്ളത്. പ്രധാനമായും ഈ സസ്പെൻഷൻ നടപടി, ഇതിൽ ഒരു വിശദീകരണം ചീഫ് സെക്രട്ടറി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും എൻ പ്രശാന്ത് IAS ആ നടപടിയിൽ, അതായത് സസ്പെൻഷൻ എടുത്ത നടപടിയിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. പകരം ചോദ്യം ചോദിക്കുകയായിരുന്നു. ഈ പ്രൊസീജിയേഴ്സിനെയൊക്കെ എതിർത്തുകൊണ്ടുള്ള, അതായത് പ്രൊസീജിയേഴ്സ് കൃത്യമല്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ചോദ്യം ചോദിക്കുന്ന രീതിയായിരുന്നു എൻ പ്രശാന്ത് IAS ഇതുവരെ തുടർന്നുകൊണ്ടിരുന്നത്. എന്തായാലും തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ A. ജയതിലക് IAS-നെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് സസ്പെൻഷനിൽ പോകേണ്ടി വന്നത്. ആ സസ്പെൻഷനിൽ വിശദീകരണം നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട കടമ. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അദ്ദേഹം വൈകാതെ തന്നെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വൈകാതെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇടുന്നതാണ് ഒരു രീതി. കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം ചീഫ് സെക്രട്ടറിയും എൻ പ്രശാന്ത് IAS-ഉം തമ്മിലുള്ള നടപടികൾ, കത്തിടപാടുകൾ പോലും എല്ലാ വിവരങ്ങൾ സഹിതം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്നതായിരുന്നു എൻ പ്രശാന്തിന്റെ രീതി. എന്തായാലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കുമൊന്നും ഉറപ്പില്ല. എന്നാലും അതിനുശേഷം അദ്ദേഹം എന്തൊക്കെയാണ് അതിനകത്ത് നടന്നതെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്ത് അറിയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ തുടരുന്നത്. യെസ്.